കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരൂ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ടിരിക്കുന്നത്, അനുഗ്രഹം ചൊരിയാനായിട്ട് നോക്കാം. എല്ലാവർക്കും ആകാംക്ഷയാണ് ഏത് രൂപത്തിലാണ് ഭഗവാന്റെ ഇന്നത്തെ ആ രൂപം, കളഭാലങ്കാരം എന്നറിയാനേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്തിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ ആദ്യം തന്നെ ആ വലിയ ഗണപതി ക്ഷേത്രം, അത്തിമര ഗണപതിയെ ഒന്ന് കണ്ടു തൊഴാം. അങ്ങനെ അവിടെ വന്നിട്ട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് ഗണപതിയോട് പറയാം. അത് കഴിഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അതിനകത്തേക്ക് വന്ന് നേരെ വരുമ്പോൾ തന്നെ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, വാതിൽപ്പടിയുടെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിങ്ങനെ സ്വർണം കെട്ടിയിട്ട് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു വിഗ്രഹമുണ്ട്. അതൊക്കെ തൊഴുത് കണ്ടിങ്ങനെ വരാം. നമ്മളിങ്ങനെ വരുമ്പോൾ ഇടത് ഭാഗത്തേക്ക് വാതിൽപ്പടി ഇങ്ങനെ കയറിയ ഉടനെ ഇടത് ഭാഗത്തേക്ക് നോക്കിയാൽ പീഠം കാണാം. മേൽപ്പത്തൂരിൻ്റെ അവിടെ ആ കിടാവിളക്ക് കത്തി നിൽക്കുന്നു. അതേപോലെ വലതേ ഭാഗത്തെ ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുത് ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്തൊരു രസമാണെന്നറിയോ! ഭയങ്കര കൗതുകമായിട്ടാണ്. വളരെ മനോഹരം. അങ്ങനത്തെ കാഴ്ചയാണ്. ആ സ്വർണത്തിൻ്റെ വിളക്കും നെയ്യ് വിളക്ക് ഇങ്ങനെ കത്തിയിട്ട് ദീപം ഇങ്ങനെ ദീപാലങ്കൃതമായിട്ടിരിക്കണം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇങ്ങനെ ചെറിയൊരു ഉണ്ണിയെ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ കാണാണ്ട്, അങ്ങനെ കുഞ്ഞിക്കാലുള്ള കാൽത്തളകൾ കാണാണ്ട്, അങ്ങനെ നോക്കി വരുമ്പോൾ അങ്ങനെ ചെരിഞ്ഞിരിക്കണു. അന്ന് എന്താ ചെരിഞ്ഞിരിക്കണേ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി വരുമ്പോഴോ കൈവളകൾ കാണാണ്ട്, ആ സ്വർണത്തിൻ്റെ പൊന്നോടക്കുഴലിങ്ങനെ അരയിൽ തിരുകിയിട്ടുണ്ട്. 2 കൈ കൊണ്ടുപോയി ആ ചെരിഞ്ഞിരുന്നിട്ട് വെണ്ണക്കലത്തുനിന്ന് വെണ്ണ എടുത്ത് കഴിക്കുക കേട്ടോ നമ്മുടെ പൊന്നുണ്ണി. വെറുതെ അല്ല, എന്നാൽ വേറെ നമ്മളെയൊന്നും നോക്കാനല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു കാഴ്ച കാണുന്നത്. ആദ്യം തന്നെ ആ വെണ്ണക്കുടത്തിലേക്ക് കൈയിട്ട് ഇങ്ങനെ വാരി വാരി കഴിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഒരു കാഴ്ച. ഒന്നിങ്ങനെ ചെരിഞ്ഞിരിക്കുക. എന്തൊരു രസമാണെന്നറിയോ! ആ ഉണ്ണി, ചെറിയ ഉണ്ണി, ഒരു ചെറിയ ഉണ്ണി ഇങ്ങനെ ചെരിഞ്ഞ് അങ്ങനെ കൊടുന്നിട്ട് എനിക്ക് തോന്നുന്ന ശേഷം എന്തായാലും അവിടെ പോയി എടുക്കാനൊന്നുമില്ല. അടുത്തിരിക്കണതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് ഇങ്ങനെ എടുത്തതാവും. അത്രയ്ക്കുള്ള ചെറിയ ഉണ്ണിയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പീലി ഇങ്ങനെ കാണാണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. കഴുത്തിലൊരു മാങ്ങാമാല പോലത്തെ കാണുന്നുണ്ട്. അതേപോലെ ഒക്കെ കുറേശ്ശെ ഇങ്ങനെ കാണുന്നു. ഒന്ന് ചെരിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ ചെരിഞ്ഞിങ്ങനെ ആ വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ വാരി എടുക്കുന്ന പോലെ. എന്നാലും നമ്മളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. കാരണം ആരൊക്കെ വരുന്നത്, എനിക്കിതൊക്കെ കിട്ടിയണ്ടോ ഞാനിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണെന്ന് നമ്മളോട് പറയണ്ടേ. അതാണ്. അങ്ങനെ കാണാനുള്ള നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ നോക്കുമ്പോൾ തിരുമുടി മാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും ചുവപ്പുമാണ്. അതേപോലെ തന്നെയാണ്. പിന്നെ നോക്കുമ്പോൾ നല്ല വലിയ ഒരു തടിച്ച ഉണ്ടമാല ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് നല്ല വലുപ്പത്തിലുണ്ട്. അതിങ്ങനെ വലുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ വെളുത്ത പൂവ്, ചുവന്ന തെച്ചിപ്പൂവ്, അതേപോലെ തന്നെ തുളസി ഒക്കെ കുറേശ്ശെ ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മളെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ഇങ്ങനെ കാണുന്നില്ല ആ മാലകളില്ലേ, ഏകദേശം അതേപോലെ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ടോളൂ കേട്ടോ. എല്ലാവരും മനസ്സുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ ആ വെണ്ണക്കണ്ണനെ അങ്ങനെ കണ്ടോളൂ. ചെരിഞ്ഞിരുന്ന് ആ വെണ്ണക്കുടത്തുനിന്ന് കൈയിട്ട് വാരി കഴിക്കുന്ന ആ ഉണ്ണീനെ കണ്ടോളൂ കേട്ടോ. എല്ലാവരും തൊഴുതോളൂ. ചെറിയ ഉണ്ണിയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള അലങ്കാരം. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് തൊഴുതിങ്ങനെ ഇറങ്ങി. ആദ്യം കാണുന്ന വെലിക്കല്ല് അഗ്നികോണിലേക്ക് നോക്കിയിട്ട് തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ആ ചുവരിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആലിലക്കണ്ണനെ കാണാം. അത് കണ്ട് ഇങ്ങനെ തൊഴുത് വരുമ്പോൾ നേരെ നമ്മൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. എന്നാൽ അവിടെ ഒന്നും തിരക്കില്ല കേട്ടോ. അന്ന് ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ട് വലിയ തിരക്ക് എന്ന് പറയാനില്ലേ. ആ ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കളഭാലങ്കാരം അങ്ങനെ കുറച്ചേ ഉള്ളൂ. മുഖത്ത് മാത്രം അങ്ങനെ, ബാക്കിയൊക്കെ അങ്ങനെ ഓരോ എന്താ പറയുക സ്വർണത്തിൻ്റെ ഇത് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ കാണാനുള്ളത് പച്ചയുണ്ട്, അതേപോലെ
കഴുത്തിൽ വലിയൊരു ഷാൾ ഇങ്ങനെ എന്താ പറയുക, വലിയ ഷാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീക്കിയിട്ടിട്ട് നന്നായിട്ട് അടി വരെ ഉണ്ട്. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത ഉള്ള അലങ്കാരം. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. മഞ്ഞയും കൂടെയുള്ള സ്വർണ്ണ കളറുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കിയാൽ വിളക്കിങ്ങനെ കത്തിരിക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ വെളുത്ത പൂവും തുളസിയായിട്ടുള്ള 2 മാലകളുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ഇന്ന് വരാഹരൂപിയാണ് കേട്ടോ പുറത്തെ പൂക്കളത്തിലേ. അതേപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ മേൽശാന്തിയിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പ്രസാദം വാങ്ങാം, അർച്ചന പ്രസാദം. ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരിയാണ് കേട്ടോ. കൃഷ്ണൻ ഓദിക്കനാണ് അദ്ദേഹം അവിടെ ഇരിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് നേരെ ആ മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട്, ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് നേരെ ഇങ്ങനെ വരുമ്പോൾ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ ധാരാളം പൂക്കൾ, നല്ല വെളുത്ത മാല, എന്താ പറയുക, നമ്മുടെ ബ്രഹ്മാവിനിങ്ങനെ നന്നായിട്ട് ഉണ്ട മാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ താമരമാലയും ചെണ്ടുമല്ലി മാലയൊക്കെ പാടിയിട്ട് ഇങ്ങനെ അനന്തപത്മനാഭൻ്റെ മുടി തൊട്ട് എന്താ പറയുക കേശാദിപാദം നിറച്ചും ഉണ്ട് ആ മാലകൾ. പിന്നെ മുകളിലാണെങ്കിൽ വിധാനമായിട്ട് ഇങ്ങനെ തുളസിപ്പൂ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, താമരപ്പൂവുണ്ട്. നല്ല രസമായിട്ട് ഉണ്ട് കേട്ടോ കാഴ്ച. നല്ല മാലകളാണ് ധാരാളം കാണാനുള്ളത്. അപ്പോൾ അവിടെ തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 ചെറിയ മാലകളുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് തൊഴുത് അതേപോലെ നേരെ മുരുകൻ്റെ അടുത്ത് വരിക. മുരുകനെ കുറച്ച് ഭസ്മം കൊണ്ട് അഭിഷേകമുണ്ട്. അതേപോലെ ഒരു തുളസിയും തെച്ചിയായിട്ടുള്ള മാലയും കാണാനുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുങ്കുമവും ഇല്ല, അതേപോലെ മാലയും ഇല്ല കേട്ടോ, മാലകളും ഇല്ല. കുങ്കുമം നമുക്ക് തൊട്ടാൽ കിട്ടില്ല, അത്രയ്ക്കും ഇല്ല, തീരെ ഇല്ല. എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹത്തിൻ്റെ അവിടെ ഒരു തുളസി മാലയല്ല, അങ്ങനെ തുളസി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ കതിരും ഇതൊക്കെ പാടെ അങ്ങനെ മുറിച്ചെടുക്കില്ലേ, അതേമാതിരത്തെ ഒരു കെട്ട് ആ തലയുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നുമില്ല, മാലകളൊന്നുമില്ല. അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ ഇങ്ങനെ കണ്ടിട്ട് ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം നോക്കി തൊഴാം. പിന്നെ കിഴക്ക് വശത്ത് തന്നെ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തെ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ ആ നൃത്ത അറയിൽ കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്, അത് കണ്ട് തൊഴാം. അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെ, നാരദരെ, അതുപോലെ മേൽപ്പത്തൂരിനെ ഒക്കെ ഒന്ന് കണ്ട് തൊഴുത് ആ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരാം. അങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തും അതേപോലെ ഇന്നിപ്പോൾ നെയ്യും കൊടുക്കുന്നുണ്ട് കേട്ടോ. ധാരാളം നെയ്യും പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് എടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അവിടത്ത് വരുമ്പോഴോ അവിടെയും നല്ല സുഖം. ഇന്ന് എന്തൊക്കെ കുട്ടികളാണല്ലോ. ഭഗവതി ഇന്ന് ചെറിയ ഉണ്ണി കേട്ടോ, നല്ല ചെരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഉണ്ണിയാണ്. ഒക്കെ അന്ന്
എന്താ പറയുക, ആങ്ങളെയും പെങ്ങളൊക്കെ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒരാളുടെ അടുത്ത് വെണ്ണയുണ്ട്, ഒരാൾ പിന്നെ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടന്ന് നമ്മളെ നോക്കുക, സൂക്ഷിച്ച് നോക്കുകയാണ്. ആരൊക്കെ ഞങ്ങളെ കാണാൻ വരുന്നത്, ഇന്നെ എടുക്കുമോ എന്നൊക്കെ ചോദിക്കണ ആ ഉണ്ണിയില്ലേ, അതേപോലത്തെ ഒരു ചെറിയ ഉണ്ണി ഭഗവതി, ഭഗവതി തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. നല്ല രസം, എന്ത് രസമാണെന്ന് വെച്ചിട്ട് നമുക്ക് വാരി എടുക്കാൻ തോന്നുന്ന മാതിരിയില്ല. രണ്ടോടത്തിയിലും നല്ല രസമായിട്ടുള്ള അലങ്കാരം. അങ്ങനെ നോക്കി വരാം. പുറകിലിങ്ങനെ ഒരു ചുവന്ന പട്ടിങ്ങനെ വിധാനമായിട്ട് ഇതായിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളാണ്, ഒരുപാട് പൂക്കളും. നല്ല വളരെ മനോഹരം. അത്രയും പറയാം, എങ്ങനെ പറയാമെന്നറിയില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് രണ്ടാളും. ശ്രീലകത്തായാലും ഭഗവതിയുടെ അടുത്തായാലും നല്ല രസമായിട്ട്. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് അമ്മേനെ കണ്ട് തൊഴുതോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ വന്നാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരാം. ആൾ രൂപത്തിൻ്റെ അവിടേക്ക് ആളുകളുണ്ട്. അവിടെ ക്യൂവിൻ്റെയും നെയ്വിളക്കിൻ്റെയൊക്കെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. എന്നാലും വല്ലാതെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള തിരക്ക് കാണാനില്ല. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന വെണ്ണക്കണ്ണനെ ഒന്ന് കണ്ട്, വെണ്ണ കഴിക്കുന്ന വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കാം. അതിന് ശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ കിടാവിളക്ക് കത്തിരിക്കണം. ആ വേദപാഠം ചെയ്യുന്ന ആ കൂത്തമ്പലം വളരെ പ്രാധാന്യമർഹിക്കുന്ന കൂത്തമ്പലമാണ്. മാനവേദന ദർശനം കൊടുത്ത കൂത്തമ്പലം. അപ്പോൾ അവിടേക്കൊന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, തൊഴുക, നമസ്കരിക്കുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നല്ല രസം. എന്താ വെച്ചാൽ ആകെ പച്ച കളറുള്ള ആ ഒരു സാരി കൊണ്ട് ഇങ്ങനെ ആകെ മൊത്തം ഇങ്ങനെ പുതച്ച മാതിരിയാണ് ആകെ ഉള്ളത്. എന്താ വെച്ചാൽ ആകെ ഇങ്ങനെ ആ കരിയും പച്ചയിൽ ഇങ്ങനെ കാണുമ്പോഴേ മൊത്തം പുതച്ചിരിക്കണ മാതിരി ആദ്യം തോന്നുക. പിന്നെ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാലാണ് അരയിൽ ഉടുപ്പിച്ച പട്ടാണ്, അതായത് പച്ചപ്പട്ട്, കരിയും പച്ച. അതിൻ്റെ മുകളിലിങ്ങനെ ഷാൾ ഇട്ടിട്ടുണ്ട്, അതായത് മഞ്ഞ ഷാള് ഇങ്ങനെ ചാർത്തി. ഇന്നിപ്പോൾ ഷാൾ തന്നെയാണ് എല്ലായിടത്തും കേട്ടോ. ഗണപതിക്കും ഉണ്ട് ഷാള്. ഇവിടെ ആണെങ്കിൽ ലേശം കുറച്ചൊക്കെ ഗൗരവത്തിലായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ അകത്ത് ചെറിയ കുട്ടിയാണ്, പുറത്ത് ഭഗവതിയും ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ ആരെങ്കിലും ഒരു രക്ഷിതാവ് വേണ്ടേന്ന് പറഞ്ഞിട്ട് ആ രക്ഷിതാവിൻ്റെ ആ ഒരു കുറച്ച് ഗൗരവം കലർന്ന തരത്തിലാണെന്ന് അയ്യപ്പസ്വാമിയുടെ ആ ഒരു അലങ്കാരം. നല്ല മുഖത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. വലിയ ആളായിട്ട് തന്നെയാണ്. കിരീടമൊക്കെ വെച്ച് നല്ല രസമായിട്ടുണ്ട്. ആ ഉദിപ്പ് എന്താ വെച്ചാൽ പച്ച കളറുള്ള, അതായത് കരിയും പച്ച കളറുള്ള പട്ടിൻ്റെ ഉദിപ്പാണ്. അപ്പോൾ എന്താ വെച്ചാൽ കല്ലിൻ്റെ വിഗ്രഹത്തിൻ്റെ കളറും ഏകദേശം പച്ചയോട് ചേർന്നിട്ടാണെന്ന് തോന്നി. അങ്ങനെ നമ്മളിങ്ങനെ ദൂരത്ത് നിന്ന് നോക്കിയാൽ, പിന്നെ അടുത്ത് പോയി നിന്നാലാണ് ബാക്കിയുള്ള അലങ്കാരങ്ങൾ ഇങ്ങനെ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്നിട്ട് നേരെ അവിടെ നിന്ന് വരുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ അങ്ങനെ വേണുഗോപാലിനെ, ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ നടയിൽ കൂടെ ഇങ്ങനെ പോരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അപ്പോൾ അങ്ങനെ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തെ ഒന്ന് കണ്ടിങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ വന്ന് നാരായണാലയത്തിലൊന്ന് കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ ഒന്ന് കണ്ട് തൊഴുത, അത് ആ ചില്ലും കൂട്ടിലിങ്ങനെ ഇട്ടിട്ടുണ്ടാവും, അത് കാണാം. അത് കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി തൊഴുത് പിന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വരുമ്പോൾ ഒരു കാഴ്ച, പൂക്കളത്തിൻ്റെ കാഴ്ചയും കാണാം. അതേപോലെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് തൊഴാം. നമ്മുടെ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി തൊഴുത് പിന്നീട് തെക്കേ നടയിലേക്ക് നോക്കിയാൽ ആ കൂവളത്തെ കാണാം. ആ കൂവളത്തിൻ്റെ അവിടെ ചെന്നിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെ കൂടി അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നയനയുടെ ജോലി സ്ഥിരമാകാൻ വേണ്ടിയിട്ട്, സുധീർ തൃക്കേട്ടയുടെ കാലുവേദന കുറയാൻ വേണ്ടിയിട്ട്, അതേപോലെ ഋഷഭയ്ക്ക് രോഹിണി ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അശ്വിൻ അവിട്ടം വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇവർക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ സഹായിക്കട്ടെ. ഇനി നമുക്ക് ചെറിയൊരു കഥ, വെണ്ണക്കണ്ണൻ്റെ കഥ തന്നെ ആയിക്കോട്ടെ. ഗോകുലത്തിൽ വളരെ സന്തോഷം പകർന്നുകൊണ്ട് ഉണ്ണിക്കണ്ണൻ നന്ദഗോപരുടെയും യശോദാമ്മയുടെയും മകനായിട്ട് ഇങ്ങനെ വളർന്ന് കാണുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം പകർന്ന് ഇങ്ങനെ ജീവിക്കുകയാണ് അവിടെ. അപ്പോൾ എല്ലാവരും ഉണ്ണിക്കണ്ണൻ എന്ന് വിളിച്ചു. പലരും പാലും വെണ്ണയൊക്കെ ഇങ്ങനെ മതിയാവോളം കൊടുത്തു. എന്താ വെച്ചാൽ ചെറിയ കുട്ടിയല്ലേ, എല്ലാവരും കൊടുക്കും. വീട്ടിലോ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വെണ്ണ കിട്ടിയാൽ പിന്നെ കണ്ണന് മറ്റൊന്നും വേണ്ട. ഉണ്ണിക്കണ്ണനെ യശോദാമ്മ അതിരാവിലെ തന്നെ കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ട് തൊടിപ്പിച്ച് തലയിൽ പീലി തിരുമുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് അണിയിച്ചൊരുക്കി. മഞ്ഞ പൊട്ടെടുത്ത് മയിൽപീലി അണിഞ്ഞ ആ കാർവർണ്ണനെ കാണാൻ എന്തൊരു ചന്ത. അപ്പോൾ കുളിയും ജപമൊക്കെ കഴിഞ്ഞ ഉണ്ണിക്ക് അമ്മ കാച്ചിയ പാല് തണുപ്പിച്ച് കുടിപ്പിക്കാൻ കൊടുക്കും. ആ പാല് കുടിക്കുന്ന കണ്ണനെ പാൽക്കുടത്തിന് സമീപം ഇരുത്തി കുളിക്കാൻ പോയി. അങ്ങനെ ഒരു ദിവസം അപ്പോൾ കുളിച്ചൊരുങ്ങി വന്ന യശോദ കുഞ്ഞിനെ അരികിലെത്തി തൈര് കടഞ്ഞു തുടങ്ങി. കണ്ണനാ ഉണ്ണിയെ കാണുമാറാകണം എന്നൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ട്, പാട്ടൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ട് അമ്മ തൈര് ഇങ്ങനെ കടഞ്ഞു. ആ കാഴ്ച പാലാഴി കടയുന്ന പോലെ കണ്ണനിങ്ങനെ തോന്നി. അതിങ്ങനെ നോക്കി നിന്നു. പണ്ട് അമൃതെടുക്കാൻ വേണ്ടിയിട്ടേ ദേവകളും അസുരന്മാരൊക്കെ പാലാഴി കടഞ്ഞില്ലേ. അപ്പോൾ അത് കണ്ട് ആനന്ദിച്ച്, അതേപോലെ മഹാവിഷ്ണു ആനന്ദിച്ച പോലെ ഇവിടെ അമ്മ യശോദാമ്മ ആ തൈര് കടയുന്ന ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ പാത്രത്തിൽ ആ പൊന്തി വരുന്ന തണുത്ത മിനുമിനുത്ത വെണ്ണ കണ്ട് കൊതിയോടെ കണ്ണൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഇത്തിരി വെണ്ണ തരുമോ? ഇത്ര രാവിലെ വെണ്ണയോ? അതെന്താ തന്ന? ഞാനല്ലേ ഇത്ര നേരം കാക്കയും പൂച്ചയും കൊണ്ടുപോകാതെ പാലും വെണ്ണയൊക്കെ കാത്തു സൂക്ഷിച്ചത്, വേഗം തരൂ. അതായത് അമ്മ കുളിക്കാൻ പോയപ്പോൾ ഞാനല്ലേ ഇതൊക്കെ കാത്തു വെച്ച്. അമ്മ അല്ലെങ്കിൽ അത് ആരെങ്കിലും കൊണ്ടുപോയാൽ കാക്കയും പൂച്ചയൊക്കെ കൊണ്ടുപോവില്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ സൂക്ഷിച്ചില്ലേ. അപ്പോൾ എനിക്ക് തരുമോ അമ്മേ? കുറച്ചും കൂടി തരുമോ? കുറച്ച് തരുമോ? അപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിക്കണ്ണൻ ചീണുങ്ങി. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ കടഞ്ഞെടുത്ത പുതുവെണ്ണ വലിയൊരു ഉരുള കണ്ണൻ്റെ വലം കൈയിലാണ് വെച്ച് കൊടുത്തു. അപ്പോൾ കുഞ്ഞിൻ്റെ എന്നിട്ടും മുഖം തെളിഞ്ഞില്ല. എന്താ അമ്മേ ഇത് ഒരു കയ്യിൽ മാത്രമല്ലേ ഉള്ളൂ, മറ്റേ കയ്യിൽ പിണക്കാവില്ലേ? ഒരു കയ്യിൽ തന്നാൽ മറ്റേ കയ്യിൽ പിണക്കാവില്ലേ? ആ കയ്യിലും തരും അമ്മേ, അങ്ങനെ പറയും. അപ്പോൾ യശോദാമ്മയ്ക്ക് മനസ്സിലായി ഇത് ചില്ലറ കൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ ആ കയ്യിലും കുറച്ച് വെണ്ണ കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് കൊതിയനെ അങ്ങനെ കുറച്ച് ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഓരോ ഉരുള വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മയുടെ കണ്ണ് തെറ്റിയപ്പോഴേക്കും ഉണ്ണി ആ വലം കയ്യിലെ വെണ്ണ വായിൽ കുത്തി നിറച്ചു. നിമിഷ നേരം കൊണ്ട് ഇറക്കി. അയ്യോ അമ്മ, ആ വെണ്ണ ഒരു കള്ള കാക്ക വന്ന് കൊണ്ടുപോയി. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കാക്ക ഏതാണെന്ന് എനിക്കറിയാം, സാരമില്ല, ഇതാ ഈ വെണ്ണ കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ഉരുള വെണ്ണയും കൂടി യശോദാമ്മ വലത്തെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ വായിൽ കുത്തി കയറ്റിയ സമയത്ത് തൊണ്ടയിൽ തങ്ങിയ പോലെ കണ്ണ് തുറപ്പിച്ച കണ്ണൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ വെണ്ണ ഇറങ്ങിപ്പോകുന്നില്ല, കുറച്ച് പാല് തരുമോ? അപ്പോൾ പാലില്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ ഇപ്പോൾ അത് നടക്കില്ലല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ തടയും. അമ്മ വേഗം കുറച്ച് പാല് കൂടി കണ്ണന് കൊടുത്തു. ഇളം ചൂടുള്ള പാലേ, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉരുകില്ലല്ലോ, വെണ്ണ ഉരുങ്ങി പോണ്ടേ. അപ്പോൾ കണ്ണൻ അത് മുഴുവൻ കുടിച്ചു. ഇടത് കയ്യിലെ വെണ്ണയും തിന്നു. എന്തൊരു കൊതിയനാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മ ഉണ്ണിക്കണ്ണനെ പുറത്തട്ടി. ഇതൊക്കെ തൻ്റെ ഒരു സൂത്രവിദ്യയല്ലേ എന്ന് നാട്യത്തിൽ കണ്ണൻ അങ്ങനെ പുഞ്ചിരിച്ചു. ആ ഒരു ചെറിയ കഥ. ആ കണ്ണൻ്റെ എത്ര കൊടുത്താലും വെണ്ണയാണെങ്കിൽ മൂപ്പര് ഒരു വിട്ടുവീഴ്ചയില്ല, എവിടുന്നാ കിട്ടാനുള്ള വെച്ച് വാങ്ങും. അത് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിയിട്ടേ നിൽക്കൂ. അതാണ്. എന്തായാലും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മുടെ ആഗ്രഹത്തിന്, അതായത് വയ്യാത്തവർക്കൊക്കെ അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാരായണീയത്തിലെ. അത് കേട്ടോളൂ. അത് കേട്ടിട്ട് ദിവസം നിത്യേന ചൊല്ലിക്കോളൂ കേട്ടോ.
അപ്പോൾ എന്തായാലും 45 ദിവസം ചെല്ലുമ്പോഴേക്കും അതെല്ലാം മാറും കേട്ടോ. അസുഖങ്ങളൊക്കെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മുടെ ഉച്ചപൂജയൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.